നമുക്ക് വേണ്ട കസാര കളിക്കാനുള്ള ആളെയല്ല, ഒരു വിഷനുള്ള ആളെയാണ് വേണ്ട. ഒരു വിഷൻ, നമ്മളെ കേരളത്തിന് എങ്ങനെ സെറ്റപ്പായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ള ഒരു വിഷനുള്ള ഒരാളാണ് VD സതീശൻ സാറ്. മുത്തുമണികളെ, UDF-കാരെ എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേമാതിരി കസേരക്ക് വേണ്ടിയിട്ട് തല്ലുംപിടിയും കൂടിയിട്ടുണ്ടെങ്കിൽ ഇനിയൊരു തിരിച്ചുവരവ് നിങ്ങൾക്ക് കേരളത്തിൽ ഉണ്ടാവില്ല കേട്ടോ. ഇതേപോലെ കസേര കളി കളിച്ചിട്ടാണ് കേന്ദ്രവും ഇല്ല, ഒരു സംസ്ഥാനവും ഒന്നുമില്ലാണ്ട് പാകയിലൊരു കേരളം കിട്ടിയിരിക്കുകയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ ഇന്ന് എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കേരളത്തിൽ കോൺഗ്രസ് ജയിച്ച് ഫുള്ള് എല്ലാവരും ഹാപ്പിയാണ്. കേരളത്തിൽ കോൺഗ്രസ് ജയിക്കാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ VD സതീശൻ സാറാണ്. മൂപ്പർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡ്രീം ഉണ്ട്, നമ്മളുടെ കേരളത്തിന് എന്തൊക്കെ ചെയ്തിട്ട് സെറ്റപ്പ് ആക്കാന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ട്. ഈ VD സതീശൻ സാറിൻ്റെ മനസ്സിൽ ഒരു പ്ലാനിങ് ഉണ്ട്. മൂപ്പരുള്ളത് കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഒരിക്കലും നമ്മളെ കേരളത്തിൽ എന്താവില്ല, കോൺഗ്രസ് വരില്ലായിരുന്നു. സത്യം ഞാൻ പറയാണ്, മൂപ്പരെ കണ്ടതുകൊണ്ട് മാത്രമാണ് കേരളത്തിലുള്ള ഓരോരോ യുവാക്കളും ഓരോരോ ആളുകളും കേരളത്തിൽ ഒരു മാറ്റം കൊണ്ടുവരണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ VD സതീശൻ സാറിന് കേരളത്തിലുള്ള ഓരോ ആളുകൾ വോട്ട് ചെയ്തിട്ട് ഇത്രയും ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ അവിടെ നടക്കുന്നത് എന്നുണ്ടെങ്കിൽ കസേര കളിയാണ്. ഭരണത്തിന് വേണ്ടി കസേരയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട കസേര കളിക്കാനുള്ള ആളെയല്ല, ഒരു വിഷനുള്ള ആളെയാണ് വേണ്ട. ഒരു വിഷൻ, നമ്മളെ കേരളത്തിന് എങ്ങനെ സെറ്റപ്പായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ള ഒരു വിഷനുള്ള ഒരാളാണ് VD സതീശൻ സാറ്. അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളതുണ്ട്, ഇനിയെങ്കിലും കേരളത്തിലുള്ള കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കസേര കളി കളിച്ചിട്ടാണ് കേന്ദ്രവും ഇല്ല, ഒരു സംസ്ഥാനവും ഒന്നുമില്ലാണ്ട് പാകയിലൊരു കേരളം കിട്ടിയിരിക്കുകയാണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ കസേര കളിയും അതും ഇതും കളിച്ചിട്ട് കച്ചറ ഉണ്ടാക്കാണ്ട് നമ്മൾ VD സതീശൻ സാറിന് കൊടുക്കുക. മൂപ്പർക്കൊരു വിഷൻ ഉണ്ട്, മൂപ്പർക്കൊരു പ്ലാൻ ഉണ്ട്, മൂപ്പർക്കൊരു ഡ്രീം ഉണ്ട്. മൂപ്പരുടെ മൈൻഡിൽ കേരളത്തിന് എന്ത് ചെയ്യണം എന്നുള്ളത് പുറത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് മൂപ്പർക്ക് നല്ല സൂപ്പറായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം, നല്ല നോളജ് ഉണ്ട് മൂപ്പർക്ക്. മൂപ്പർ പഠിച്ചിട്ടുണ്ട്, ലോക പരിചയം മൂപ്പർക്കുണ്ട്. അപ്പോൾ മൂപ്പരെ കേരളത്തിലുള്ള എല്ലാ യുവാക്കൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്, VD സതീശൻ സാർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വരട്ടെ. കോൺഗ്രസ് ഇത്രയും ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ VD സതീശൻ സാറിൻ്റെ ആ ഒരു വിഷനാണ്, ആ ഒരു പ്ലാനിങ് ആണ്, ആ ഒരു സംസാരമാണ്. ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. മൂപ്പരെന്നെ മുഖ്യമന്ത്രി ആയാൽ മതി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും സ്നേഹം മാത്രം, ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ എല്ലാവരും സ്നേഹം മാത്രം, ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും കറക്റ്റിനൊക്കെ പറയാം. എല്ലാവരും സ്നേഹം മാത്രം. സുല എന്തെങ്കിലും പണിക്കൊക്കെ പോകാൻ ഇഷ്ടമുള്ള ഭക്ഷണം കളിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ സുല.